LDF ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും നേരിയ ലീഡ് മാത്രമാണ്. അപ്പോൾ ഈ നമ്മൾ നോക്കേണ്ടത് LDF ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ലീഡാണ്. കൊടുങ്ങല്ലൂരിൽ OG ജനീഷ് വീണ്ടും ലീഡ് ചെയ്യണം കേട്ടോ. UDF സ്ഥാനാർത്ഥി ജനീഷ് വീണ്ടും മുന്നിലാണ് കൊടുങ്ങല്ലൂരിൽ. 938 വോട്ടിന് ലീഡ് ചെയ്യുകയാണ് KU ജനീഷ് കുമാർ. ജനീഷ് പുതുക്കാട് KK രാമചന്ദ്രൻ 797 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. 9 റൗണ്ടാണ് അവിടെ പൂർത്തിയായിരിക്കുന്നത്. പുതുക്കാട് LDFന് വലിയ ആശ്വാസം നൽകുന്ന ഒരു മണ്ഡലമാണ്. UDF ലീഡ് തിരിച്ചു 2270 വോട്ടിൽ സന്ദീപ് വാര്യർ മുന്നിൽ. UDFന്റെ ശക്തി കേന്ദ്രമായ ഈസ്റ്റ് എളേരിയിലാണ് നിലവിൽ വോട്ടെണ്ണുന്നത്. അവിടെ തൃക്കരിപ്പൂരിൽ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രഡിക്ട് ചെയ്തിരുന്നത്. നമുക്ക് നോക്കാം അവിടേക്ക് എത്തുമോ എന്ന്. പക്ഷേ ഇപ്പോൾ 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ പല പ്രശ്നങ്ങൾ പറഞ്ഞെങ്കിലും ആ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ബാധിച്ചില്ല എന്നുള്ളതാണ്. ബേപ്പൂരിൽ 7 റൗണ്ട് പൂർത്തിയാകുമ്പോൾ മുഹമ്മദ് റിയാസിന് 7259 വോട്ടുകളുടെ ലീഡാണ്. മര്യാദക്കുള്ളൊരു ലീഡ് നില ആകെയുള്ള പഴയ ഭൂരിപക്ഷം നോക്കണം. ഒരു ഘട്ടത്തിലും അൻവർ മുന്നോട്ട് പോയിട്ടില്ല. 7259 വോട്ടുകളുടെ ലീഡാണ് ബേപ്പൂരിൽ 7ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ PA മുഹമ്മദ് റിയാസിനുള്ളത്. തൃക്കരിപ്പൂരിൽ അതേസമയത്ത് ലീഡ് തിരിച്ചുപിടിക്കുകയാണ് UDF. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ 2270 വോട്ടിന് മുന്നിലാണ്. വൈക്കത്ത് CPIക്ക് വൻ തിരിച്ചടി ഉണ്ടാവുന്നു. UDF സ്ഥാനാർത്ഥി ബിനിമോൻ ലീഡ് ചെയ്യുന്ന 387 വോട്ടേ ഉള്ളൂ. പക്ഷേ ശക്തമായ മത്സരം വൈക്കത്തും നടക്കുകയാണ്. 100 സീറ്റിലേക്ക് ഉയർത്തുന്നു. വീണ്ടും ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും 100ലേക്ക് വന്നിരിക്കുന്നു UDF എന്നുള്ളതാണ്. 38ലേക്ക് ചുരുങ്ങുന്നു. ലീഡ് തിരിച്ചു പിടിച്ചപ്പോഴാണ് അതാണ് 38ലേക്ക് ചുരുങ്ങുന്നു. 100ലേക്ക് ഇനി UDF കേന്ദ്രങ്ങളാണോ? സന്ദീപും വൈക്കത്ത് CPIക്ക് 387 വോട്ടിന്റെ ലീഡ്. 387 വൈക്കത്ത്. യെസ്. അപ്പൊ 100ലേക്ക് വീണ്ടും UDF എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 38 ഇടങ്ങളിൽ മാത്രമാണ് LDFന് നിലവിൽ ലീഡ് നിൽക്കുന്നത്. അതിൽ തന്നെ സുനിൽ സാർ പറഞ്ഞതുപോലെ 2000 ലീഡ് നില. 242 വോട്ടിന്റെ ലീഡ് മാത്രമേ ഉള്ളൂ. 242 വോട്ടിന്റെ ലീഡ്. LDF വിജയിക്കുന്ന മണ്ഡലങ്ങൾ നോക്കൂ. ബേപ്പൂർ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മണ്ഡലങ്ങളിലെയും ലീഡ് നില വളരെ മട്ടന്നൂർ VK സനോജ് 1625 വോട്ടിന്റെ ലീഡ്. വലിയ ആശ്വാസമാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. മട്ടന്നൂരിൽ ലീഡ് ഉയർത്തിയിരിക്കുന്നു VK സനോജ്. നോക്കൂ, യാതൊരു തരത്തിലും ഈ പറയുന്നത് പോലെ ഒരു വെറുപ്പോ വിദ്വേഷമോ അങ്ങനെ സർക്കാരിനെതിരായ വികാരമോ ഒന്നും ഏറ്റുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. എന്നിട്ട് പോലും ഈ നിലയ്ക്കുള്ള ഭൂരിപക്ഷം മാത്രമേ അവിടെ ഉണ്ടാകാൻ കഴിയുന്നുള്ളൂ. ഗുരുവായൂരിൽ 93 ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ അവിടെ നോക്കൂ, NK അക്ബർ 25,092 വോട്ട്. കോട്ടയം ജില്ലയിൽ 9 ഇടത്തും UDFന്റെ ലീഡാണ്. മലപ്പുറത്ത് 16-ൽ 16 UDF. എറണാകുളത്ത് MP രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തൃത്താലയിൽ പരാജയപ്പെടും. UDF സ്ഥാനാർത്ഥിക്ക് അഭിനന്ദനങ്ങൾ. മന്ത്രിമാർ ഉൾപ്പെടെ പിന്നിലായത് പരിശോധിച്ച് പറയേണ്ട കാര്യമാണ്. തോൽക്കുന്നത് ആദ്യമല്ല മന്ത്രിമാർ, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. 242 വോട്ടുകൾക്കാണ് ഇപ്പോൾ ലീഡ്. അല്ല, KN ബാലഗോപാൽ 1153 ഇപ്പോൾ ഈ റൗണ്ട് മെച്ചപ്പെട്ട ഒരു ലീഡ് 1153 വോട്ടുകൾക്ക് KN ബാലഗോപാലും മുന്നിൽ. 1153 മാണി സി കാപ്പന്റെ ലീഡ് 4538ലേക്ക് ഉയരുകയാണ്. മാണി സി കാപ്പന്റെ ലീഡ് ഉയരുമ്പോൾ ജോസ് കെ മാണി ഇത് നമ്മുടെ നില പരുങ്ങലാവുകയാണ്. അങ്കമാലിയിൽ അടുത്ത കാലത്ത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ വെച്ച് ഒരു ആന ഒരു സ്വിഫ്റ്റ് കാറിനെ ഇടിച്ച് പപ്പടമാക്കിയിരുന്നു. ആ അവസ്ഥയെ ഇപ്പൊ LDFന്റെ ഒന്നും തിരിച്ചെടുക്കാനില്ലാത്ത വിധം മൊത്തത്തിൽ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ആ സ്വിഫ്റ്റ് കാർ എടുക്കാൻ പറ്റാത്ത പരുവത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും സിദ്ദിഖിന്റെ ലീഡ് 12 റൗണ്ട് എണ്ണുമ്പോൾ സിദ്ദിഖിന്റെ ലീഡ് 34,224 കേട്ടോ. നോക്കൂ, കൊല്ലത്ത് ബിന്ദു കൃഷ 15,000ലേക്ക് പോകുന്നു. ബിന്ദു കൃഷ ഇനി വെറും ബിന്ദു കൃഷയല്ല, അൽ ബിന്ദു കൃഷയായിട്ട് മാറുകയാണ്. 15,000 അൽ ബിന്ദു കൃഷ. 15,000 വോട്ടുകളിലേക്ക് ബിന്ദു കൃഷ. കടുത്തുരുത്തിയിൽ 20,000 കടക്കുന്നു. 21,163 വോട്ട് ലീഡ്. 2 കീറുന്നു. അതേസമയം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വാഴുന്നു, തളിർക്കുന്നു.